നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് ശിശുദിനം ആഘോഷിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിപ്പെരുന്നാളിന് വർണ്ണാഭമായ സമാപനം. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ അന്നീത പെരുന്നാളിന് തുടക്കമായി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2016-2017 വർഷത്തെ SSLC വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസന ക്ലാസ് നടത്തി. വാർത്തകൾ വിശദമായി. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് ശിശുദിനം ആഘോഷിച്ചു. ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. രാജ്യം ഇന്ന് ശിശുദിനം എന്ന പേരിൽ ആഘോഷിക്കുന്നു. മേഖലയിലെ വിവിധ സ്കൂളുകൾ വർണ്ണാഭമായി ശിശുദിനം ആഘോഷിച്ചു. ചിറക്കൽ IG ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ശിശുദിനം ആഘോഷിച്ചത്. യൂണിഫോം ഒഴിവാക്കി മറ്റു നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് കുരുന്നുകൾ എത്തിയത്. ഇന്ന് മുഴുവൻ സമയവും വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ കളികളിൽ ഏർപ്പെട്ട് ആഹ്ലാദം പങ്കുവച്ചു. 3-ാം വാർഡ് 55-ാം നമ്പർ കരിയാമ്പ്ര അങ്കനവാടിയിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കുരുന്നുകളെ കാണുന്നതിനും ആശംസകൾ നേരുന്നതിനും വാർഡ് മെമ്പർ ശ്രീ MS മണികണ്ഠൻ നേരിട്ടെത്തി. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14-ാം തീയതി രാജ്യമൊട്ടാകെ ശിശുദിനമായി ആചരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, നമ്മുടെ രാഷ്ട്ര ശില്പി കൂടിയായ അദ്ദേഹത്തിൻ്റെ കുട്ടികളുള്ള അധിപതികളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന് ചാച്ച നെഹ്റു എന്ന പേര് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊട്ടാകെ ഈ നവംബർ 14-ാം തീയതി ശിശുദിനമായി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കരിയാമ്പ്ര അങ്കനവാടിയിലും ആ ചടങ്ങുകൾ നടക്കുകയാണ്. മർത്തോമ LP സ്കൂളിലും ശിശുദിനം ആഘോഷിച്ചു. സ്വന്തം സ്കൂളിന്റെ ചിത്രരചന നടത്തിയാണ് കുട്ടികൾ ഈ ദിനം ആഘോഷിച്ചത്. പ്രധാന അധ്യാപകൻ PK ലൈനു, അധ്യാപകരായ VK അഫ്സൽ, PTA പ്രസിഡന്റ് സാബു ഐനൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിപ്പെരുന്നാളിന് വർണ്ണാഭമായ സമാപനം. രാവിലെ 9 മണിക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് കൊച്ചി ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പോലിത്തയും തൃശൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലിത്തയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം സ്നേഹവിരുന്നുമുണ്ടായി. പെരുന്നാളിന് വികാരി ഫാദർ ജോൺ പുലിക്കോട്ടിൽ, സഹവികാരി ഫാദർ KI ഏലിയാസ്, ട്രസ്റ്റി ഗോഡ്സൺ സക്കറിയ, സെക്രട്ടറി ജോൺസ് PI, കൺവീനർ എഡ്വിൻ ജിജോ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത്. യാക്കോബായ വിഭാഗത്തിന്റെ പെരുന്നാൾ രാവിലെ 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയോടെ ആരംഭിച്ചു. തുടർന്ന് കുരിശിങ്കിലേക്ക് പ്രദക്ഷിണം നടന്നു. ഉച്ചയ്ക്ക് തുടങ്ങിയ ദേശക്കാരുടെ ആഘോഷം 5 മണിയോടെ പള്ളിയിലെത്തുകയും തുടർന്ന് പൊതുസദ്യ ഉണ്ടാകുകയും ചെയ്തു. പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഏലിയാസ് കീരിമുളയിൽ, സഹവികാരി ഫാദർ ജെയ്സൺ ജോൺ കൊച്ചുപടിഞ്ഞാറേക്കര എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കുന്നംകുളത്തു നിന്നും 1 കിലോമീറ്റർ അകലെ കാണിപ്പയ്യൂർ പോസ്റ്റ് ഓഫീസ് സമീപം എൻസ് വീൽ വേൾഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ടയറുകളുടെ സുരക്ഷ ഉറപ്പാക്കൂ ജീവന്റെയും. അതിനൂതന സാങ്കേതിക വിദ്യയുടെ അകമ്പടി കൊണ്ടും ടയർ സംരക്ഷണ മേഖലയിൽ തനതുമുദ്ര പതിപ്പിച്ച പ്രഗത്ഭരുടെ സേവനം കൊണ്ടും എൻസ് വീൽ വേൾഡ് ഞങ്ങളുടെ വിശിഷ്ട സേവനം നമ്മുടെ സ്വന്തം കുന്നംകുളത്ത് നിങ്ങൾക്കായി ലഭ്യമാക്കുന്നു. നിങ്ങളുടെ വാഹനത്തിന് ലോകോത്തരവും മികവുറ്റതുമായ സേവനം ഉറപ്പു നൽകിക്കൊണ്ട് ഒക്ടോബർ 21-ാം തീയതി മുതൽ കാണിപ്പയ്യൂർ മാരുതി സുസുക്കി ഷോറൂമിന് സമീപം ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ടയറുകളും ലഭ്യമാണ്. ട്രാവലർ അലൈൻമെന്റ് ചെയ്തു കൊടുക്കുന്നു. ഞങ്ങളുടെ മറ്റ് പ്രത്യേകതകൾ കമ്പ്യൂട്ടറൈസ്ഡ് 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്,
automatic tire changing, tire sales, nitrogen and tube. Hence Wheel World near Maruti Suzuki showroom, Thrissur Road, Kanipayur. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. വാർത്തകൾ തുടരുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം രണ്ടാം ദിവസവും ആവേശകരം. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ഇന്നും ആവേശകരമായി. ഇന്ന് പ്രധാനമായും ഫുട്ബോൾ മത്സരങ്ങളാണ് നടന്നത്. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2016-2017 വർഷത്തെ SSLC വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസന ക്ലാസ് നടത്തി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2017 മാർച്ച് മാസത്തിൽ നടക്കുന്ന SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളിൽ മാനസിക ധൈര്യം ലഭിക്കുന്നതിനും വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ച വ്യക്തിത്വ വികസന ക്ലാസ്സിൽ മേപ്പയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മലയാളം അധ്യാപകൻ ശ്രീ പി ദിനേശൻ ക്ലാസ് എടുത്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ PTA സഹകരണത്തോടെ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപകൻ ശ്രീ പി സുരേഷ്, അധ്യാപകൻ VR പ്രസാദ് എന്നിവരും പങ്കെടുത്തിരുന്നു. വളരെ നല്ല അനുഭവമായിരുന്നു ക്ലാസ് എന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സോഫ്സിസ് IT വേൾഡ് പഴഞ്ഞി ജെറുസലേം MAB ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവർ സർവീസസ് വെബ് ഡിസൈനിങ് ആൻഡ് ഹോസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്, SEO സർവീസസ്, CCTV ഇൻസ്റ്റാളേഷൻ. വീടുകളിലും സ്ഥാപനങ്ങളിലും കുറഞ്ഞ ചെലവിൽ ഉത്തരവാദിത്തത്തോടുകൂടി CCTV ക്യാമറ സ്ഥാപിക്കുന്നതാണ്. സോഫ്സിസ് IT വേൾഡ് MAB ആർക്കേഡ് ജെറുസലേം പഴഞ്ഞി. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ അന്നീത പെരുന്നാളിന് തുടക്കമായി. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം വികാരി ഫാദർ സൈമൺ വാഴപ്പുള്ളി, സഹവികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സെമിത്തേരിയിൽ പ്രത്യേക ധൂപ പ്രാർത്ഥനയും തിരിതെളിയിക്കലും നടത്തി. കുന്നംകുളം മേഖലയിലെ ഓർത്തഡോക്സ് വിഭാഗം പള്ളികളിലാണ് നവംബർ 15 മരിച്ചുപോയവരുടെ ഓർമ്മ പുതുക്കുന്ന അന്നീത പെരുന്നാൾ ആഘോഷിക്കുന്നത്. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നവംബർ 15 ചൊവ്വാഴ്ച രാവിലെ 7:30 സെമിത്തേരിയിൽ വെള്ളം തെളിക്കലും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടാകും. ഞാനുപദേശിച്ചിടുമേ സാമ്പത്തിക പ്രതിസന്ധി, ക്യൂവിൽ നിന്ന് വലഞ്ഞ് ജനം, സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്കുകളും. ക്യൂവിൽ നിന്ന് വലഞ്ഞ് ജനം, സഹായകമായി ഹെൽപ്പ് ഡെസ്കുകളും. സാമ്പത്തിക പ്രതിസന്ധി ആരംഭിച്ചതു മുതൽ തുടങ്ങിയ ബാങ്കുകളിലെ ജനത്തിരക്ക് ഇന്നും തുടർന്നു. പഴഞ്ഞി കനറ ബാങ്കിന് മുന്നിൽ യുവമോർച്ച, DYFI എന്നീ സംഘടനകളുടെ ഹെൽപ്പ് ഡെസ്ക് സാധാരണ ജനങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്.
കനറ ബാങ്കിൽ പൈസ തീർന്നത് ക്യൂ നിന്ന ജനത്തിന് കൂടുതൽ ദുരിതമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് ശിശുദിനം ആഘോഷിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി പെരുന്നാളിന് വർണ്ണാഭമായ സമാപനം. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ അന്നീത പെരുന്നാളിന് തുടക്കമായി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2016-2017 വർഷത്തെ SSLC വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസന ക്ലാസ് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.